ഹായ് ഫ്രണ്ട്സ്, റിസോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. നമുക്കിന്ന് ക്രോച്ചറ്റ് റോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 mm ഒരു ഹുക്ക്, 4 പ്ലേ യാൺ, ഒരു സിസർ. ഇനി ഫ്ലവർ ചെയ്യാനായി നമുക്ക് 61 ചെയിൻസ് ചെയ്തെടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ട് 61 ചെയിൻസാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാത്തവർ എൻ്റെ ആദ്യത്തെ വീഡിയോ പോയി കണ്ടു നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി 61 ചെയിൻസ് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഇനി 61 ചെയിൻസ് ചെയ്തതിന് ശേഷം നോക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ 61 ചെയിൻസ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ കൂടെ 5 ചെയിൻസ് എക്സ്ട്രാ ചെയ്യണം. 1 2 3 4 5. ഇനി ഈ 5 ചെയിൻ സ്കിപ്പ് ചെയ്ത് 6ാമത്തെ ചെയിനിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത 5 ചെയിൻ സ്കിപ്പ് ചെയ്ത് 6ാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ആറാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. ഒരു 3ാമത്തെ ചെയിനിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി 3 ചെയിൻസ് ചെയ്തെടുക്കണം. 1 2 3 ചെയിൻസ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം 3ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തില്ലേ, അതിലത്തേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. അപ്പോൾ ഒരു വി ഷേപ്പ് ആകൃതിയിൽ ആയി വരും. അതുപോലെ എല്ലാ ചെയിൻസിലും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് 3 ചെയിൻസ് ചെയ്ത് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. ഇത് മുഴുവൻ ചെയിനിലും ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്ത് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് 3 ചെയിൻസ് ചെയ്ത് സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. അപ്പോൾ ഒരു വി ഷേപ്പ് ആകൃതിയിലാണ് ഉണ്ടാവുക. മുഴുവനായി ചെയ്തിട്ട് നോക്കാം. മുഴുവനായി ചെയ്തെടുത്തു. ഇനി അവസാനത്തെ ഒരു ചെയിനിലും കൂടി ചെയ്തിട്ട് നോക്കാം. ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. 2 ചെയിൻ ചെയ്യുക, ടേൺ ചെയ്യുക, എന്നിട്ട്
ഈ വി ഷേപ്പ് വന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ 5 ഡബിൾ ക്രോഷേ ചെയ്യാം. വി ഷേപ്പ് വന്ന സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇനി അടുത്ത ഒരു സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലേക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി അടുത്ത വി ഷേപ്പ് സ്റ്റിച്ചിലേക്ക് 6 ഡബിൾ ക്രോഷേ ചെയ്യണം. അടുത്തതിൽ 6 ഡബിൾ ക്രോഷേ ചെയ്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായോ ഇല്ലെങ്കിൽ വീഡിയോ റിപ്പീറ്റ് കാണുകയോ ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിലേക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യുക. താഴത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇനി വരുന്ന സ്റ്റിച്ചുകളിൽ 8 ഡബിൾ ക്രോഷേ, ഒരു സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ, 8 ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ, അങ്ങനെയുള്ള മെത്തേഡ് ചെയ്തു പോകാം. അവസാനത്തെ 2 ചെയിൻസ് 10 ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. അതുവരെ 8 ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ എന്ന മെത്തേഡ് ചെയ്തു നോക്കാം. അവസാനത്തെ 2 ചെയിൻസ് അവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും 8 ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ എന്ന മെത്തേഡിൽ ചെയ്തെടുക്കാം. ഇനി ഇത് മൊത്തം ചെയ്തതിന് ശേഷം നോക്കാം. ഇനി ലാസ്റ്റത്തെ സ്റ്റിച്ച്, ഒരു സ്റ്റിച്ചിൽ 10 ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, 10 ഡബിൾ ക്രോഷേ അങ്ങനെ ചെയ്തെടുക്കാം. അവസാനത്തെ 2 സ്റ്റിച്ചിൽ 10 ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ, ഒരു 10 ഡബിൾ ക്രോഷേ ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് പിന്നെയും 10 ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ. ഇനി അവസാനത്തെ സ്റ്റിച്ചിൽ 10 ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് അവസാനിപ്പിക്കാം. 1 2 3 4 5 6 7 8 9 10 ഇതുകൂടി ചെയ്ത്
നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഈ ഒരു രീതിയിലാണ് മുഴുവൻ സ്റ്റിച്ചും ചെയ്താൽ ഉണ്ടാവുക. ഇനി ഇതൊരു പൂവ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കണ്ടേ? അതിനായി ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഓരോ ലെയറിലും ഗം വെച്ച് അറ്റാച്ച് ചെയ്യുക. ഇതിനെ ഇങ്ങനെ റൗണ്ടായി ചെയ്തെടുത്താൽ മതി. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഗം വെച്ച് പിന്നെയും ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു റോസിൻ്റെ ഷേപ്പായി വരുന്നത് കാണുന്നുണ്ടല്ലോ. ഇനി ഇത് മുഴുവനായിട്ട് ഓരോ ഭാഗത്തും ഗം വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കമൻ്റായി പറയണേ. എല്ലാ ലെയറിലും ഇതിങ്ങനെ ഗം വെച്ചാൽ അതവിടെ അറ്റാച്ചായി നിന്നോളും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. Thank you for watching.